മെയ് മാസം എത്തി ആദ്യ ദിവസം തന്നെ വമ്പൻ സിനിമകളുടെ റിലീസുകൾ ഉണ്ടായിരുന്നു. തമിഴിൽ നിന്ന് സൂര്യയുടെ റെട്രോ, ശശികുമാർ നായകനായ ടൂറിസ്റ്റ് ഫാമിലി, തെലുങ്കിൽ നിന്ന് നാനിയുടെ ഹിറ്റ് ദ തേർഡ് കേസ്, ബോളിവുഡിൽ നിന്ന് അജയ് ദേവ്ഗണിന്റെ റെയ്ഡ് 2, മാർവലിന്റെ തണ്ടർബോൾട്സ് തുടങ്ങിയ പ്രധാന സിനിമകളാണ് അന്നേ ദിവസം റിലീസ് ചെയ്തത്. ഈ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര രൂപ നേടിയെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ക്ലാഷ് റിലീസിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയതാരെന്ന് പരിശോധിക്കാം. ഏറെ പ്രതീക്ഷയോടെയും വമ്പൻ ഹൈപ്പിലുമായിരുന്നു സൂര്യയുടെ റെട്രോ എത്തിയത്. വൻ പരാജയം ഏറ്റുവാങ്ങിയ കങ്കുവയ്ക്ക് ശേഷമുള്ള സൂര്യയുടെ തിരിച്ചുവരവ് റെട്രോയിലൂടെ അടയാളപ്പെടുത്തുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. കാർത്തിക് സുബ്ബരാജിന്റെ സംവിധാനത്തിലെത്തിയ റെട്രോയ്ക്ക് ആദ്യ ദിനം മികച്ച കളക്ഷൻ നേടാൻ സാധിച്ചെന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് 17.75 കോടി രൂപയാണ് സൂര്യ ചിത്രം നേടിയത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സൂര്യയുടെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണിത്. കങ്കുവ നേടിയ 11.25 കോടി രൂപയുടെ റെക്കോർഡാണ് റെട്രോ കടത്തിവെട്ടിയത്. കേരള ബോക്സ് ഓഫീസിൽ എന്നാൽ കങ്കുവയ്ക്ക് പിന്നിലാണ് റെട്രോയുടെ സ്ഥാനം. കേരളത്തിൽ നിന്ന് 4 കോടിക്ക് മുകളിൽ കങ്കുവ ആദ്യ ദിനം നേടിയപ്പോൾ റെട്രോയ്ക്ക് 2.5 കോടിയാണ് നേടാനായത്. വേൾഡ് വൈഡായി ആദ്യ ദിനം 31 കോടിക്ക് മുകളിൽ ചിത്രം നേടിയെന്നാണ് വിവിധ ട്രാക്കർമാർ അവകാശപ്പെടുന്നത്. സമ്മിശ്ര പ്രതികരണം ലഭിച്ച ചിത്രം ഇതിനോടകം 46 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. എങ്കിലും ആദ്യ ദിനത്തിലെ താളം രണ്ടാം ദിവസം ചിത്രത്തിന് കണ്ടെത്താനാകുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ രണ്ടാം ദിവസം 75 ലക്ഷത്തിന് താഴെ മാത്രമാണ് റെട്രോക്ക് നേടാനായതെന്നാണ് റിപ്പോർട്ട്. തെലുങ്കിൽ നിന്നെത്തിയ നാനിയുടെ ഹിറ്റ് 3 ഗംഭീര റിപ്പോർട്ടോട് കൂടിയാണ് മുന്നേറുന്നത്. ആദ്യ ദിവസം 43 കോടിക്ക് മുകളിൽ ചിത്രം നേടിയെന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. നാനിയുടെ കരിയറിലെ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷനാണിത്. മെയ് 1 ഇറങ്ങിയ ഇന്ത്യൻ സിനിമകളിൽ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷനും ഹിറ്റ് 3യുടെ പേരിലാണ്. ചിത്രം കേരളത്തിൽ നിന്ന് 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടിയെന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റായ സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ചിത്രത്തിന്റെ മലയാളം പതിപ്പ് റിലീസ് ചെയ്തിരുന്നു. ശൈലേഷ് കോലാനു സംവിധാനം ചെയ്ത ഹിറ്റ് ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ സിനിമയാണ് ഹിറ്റ് ദ തേർഡ് കേസ്. ഇതിന് മുൻപിറങ്ങിയ 2 സിനിമകളും സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. അത് ആവർത്തിക്കുകയാണ് മൂന്നാം ഭാഗത്തിലൂടെ ഞാനിയും. 2 ദിവസം കൊണ്ട് 62 കോടിക്ക് മുകളിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. അജയ് ദേവ്ഗൺ ചിത്രം റെയ്ഡ് 2 ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ 19 കോടിക്ക് മുകളിലാണ്. ഇതിനോടകം 30 കോടിക്ക് മുകളിലായി ചിത്രം വേൾഡ് വൈഡായി നേടിയെന്നാണ് റിപ്പോർട്ട്. വമ്പൻ സിനിമകളുമായി ക്ലാഷിനെത്തിയ കുഞ്ഞൻ സിനിമയാണ് ശശികുമാറിന്റെ ടൂറിസ്റ്റ് ഫാമിലി. ചിത്രത്തിന് ഇതിനോടകം മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. ആദ്യ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 2 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ. ഇതിനോടകം 3.5 കോടിക്ക് മുകളിൽ ചിത്രം നേടിയിട്ടുണ്ട്. വേർഡ് ഓഫ് മൗത്തിലൂടെ മുന്നേറുന്ന ചിത്രത്തിന് വരും ദിവസങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചേക്കും. ഹോളിവുഡിൽ നിന്നെത്തിയ മാർവൽ ചിത്രം തണ്ടർബോൾട്സിനും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ആദ്യ ദിവസം ഇന്ത്യയിൽ നിന്ന് 3.85 കോടി രൂപയുടെ നെറ്റ് കളക്ഷനാണ് സിനിമ നേടിയത്. ഇതിനോടകം 6 കോടിക്കടുത്ത് ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം കരസ്ഥമാക്കി. ആദ്യ ദിനം $11 മില്യൺ മുകളിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇന്ത്യൻ സിനിമകളുടെ കണക്കെടുക്കുമ്പോൾ മെയ് 1 സിനിമകളിൽ വിജയം ഞാനിക്കൊപ്പം എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. തൊട്ടു പിന്നിൽ സൂര്യയുമുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരിൽ ആരെല്ലാം മുന്നിലേക്കും പിന്നിലേക്കും എത്തുമെന്ന് കണ്ടറിയണം. ഫൈനൽ കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ ആർക്കാകുമെന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാ ലോകം.